ഗ്രാമത്തിൽ മനീഷ് എന്ന പേരുള്ള ഒരു യുവാവ് തന്റെ ഒരേ ഒരു സഹോദരനോടൊപ്പം താമസിച്ചിരുന്നു. മനീഷ് ഗ്രാമത്തിൽ പാർലേജി വിൽക്കുന്ന ആളായിരുന്നു. അവനാണ് അനുജനെ പഠിപ്പിച്ചിരുന്നത്. ഒഴിവു സമയങ്ങളിൽ അവൻ സ്വയം ഇരുന്ന് പഠിക്കാറുമുണ്ട്. പാർലേജി, പാർലേജി, കുറഞ്ഞ വിലയിൽ വന്ന് വാങ്ങൂ, വരൂ. നിങ്ങളും കഴിക്കൂ, കുഞ്ഞുങ്ങൾക്കും വാങ്ങിക്കൊടുക്കൂ, എല്ലാവർക്കും കഴിക്കാം. പാർലേജി. ആന്റി, വരൂ വരൂ, ഇത് വാങ്ങിക്കോളൂ, മോന് വളരെ നല്ലതാണ്, വാങ്ങിക്കോളൂ. ശരി ശരി, എടുത്തോളൂ, 2 പാക്കറ്റ് എടുത്തോളൂ. വില കുറവെങ്കിലേ ഞാൻ വാങ്ങുള്ളൂ. തീർച്ചയായും ആന്റി, ഇത് വളരെ വിലക്കുറവാണ്. വരൂ വരൂ, എല്ലാവരും വരൂ, പാർലേജി വാങ്ങിക്കോളൂ. അങ്കിൾ അങ്കിൾ, എനിക്കൊരു പാക്കറ്റ് തരൂ. ആ തീർച്ചയായും, ഇതാ പിടിച്ചോ. രാത്രിയായപ്പോൾ മനീഷ് ഇങ്ങനെ ആലോചിച്ചു. ഇപ്പൊ കുറച്ച് സമയമുണ്ട്, ഈ സമയത്തിരുന്ന് പഠിച്ചാലോ? ചേട്ടാ ചേട്ടാ, രാത്രി ഒരുപാട് സമയമായി, വേഗം വാ, നമുക്കുറങ്ങാം. ഇപ്പൊ വരാം. നീ പൊയ്ക്കോ, ചെന്ന് കിടന്നോളൂ, ഞാൻ പിന്നെ വന്ന് കിടന്നോളാം. വേണ്ട, എനിക്ക് ചേട്ടനോടൊപ്പം ഉറങ്ങിയാ മതി. ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ, ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ അല്ല അനിയ, ഞാൻ ഫോണിൽ നോക്കിയാണ് പഠിക്കുന്നത്. ചേട്ടൻ പഠിക്കുന്നെന്നോ? എന്തിനാ പഠിക്കുന്നത്? ചേട്ടനോട് ഏതെങ്കിലും ടീച്ചർ ഹോംവർക്ക് എങ്ങാനും ചെയ്യാൻ പറഞ്ഞിരുന്നോ? പഠിച്ചോണ്ട് പോയില്ലെങ്കിൽ ടീച്ചറല്ലേ തല്ലാറുള്ളത്. ചേട്ടനൊരിടത്തും പഠിക്കാൻ പോകുന്നില്ലല്ലോ, പിന്നെന്തിനിങ്ങനെ പഠിക്കണം? ആരൊക്കെ പഠിക്കണമെന്ന് അങ്ങനെ എന്തെങ്കിലും നിബന്ധനയുണ്ടോ? അച്ഛനും അമ്മയും മരിച്ച ശേഷം നിന്റെ പഠനത്തിന് വേണ്ടിയാ ഞാൻ പഠിക്കണ്ടെന്ന് വെച്ചത്. പക്ഷേ ഇപ്പോഴും എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ എൻ്റെ ഫോൺ ഉപയോഗിച്ച് ഞാൻ പഠിക്കുന്നത്. ഓ, അങ്ങനെയാണോ? എന്നാൽ ശരി, അപ്പോ ചേട്ടൻ പഠിച്ചോളൂ, ഞാൻ പോയി കിടന്നുറങ്ങിക്കോളാം. ശരി ശരി, നിക്ക്, ഞാനും നിന്റെ കൂടെ വരാം. എന്നിട്ട് മനീഷ് ഫോൺ ഓഫ് ചെയ്ത ശേഷം അനുജൻ മനോജിനൊപ്പം പോയി കിടന്നുറങ്ങി. മനോജ്, എണീക്ക് മോനെ. ചേട്ടാ, ഞാൻ കുറച്ചുകൂടി ഉറങ്ങിക്കോട്ടെ, ഉറക്കം മതിയായില്ല എനിക്ക്. അതൊന്നും പറ്റില്ല, എഴുന്നേൽക്ക് വേഗം, പഠിക്കാനുള്ളതാ, പഠിക്കാൻ മടി പാടില്ല. ചേട്ടാ, പഠിക്കുന്ന കാര്യത്തിന് ഇത്രയും പ്രാധാന്യമുണ്ടോ? കുട്ടികളെ സമാധാനത്തോടെ ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല. ചേട്ടനാണെങ്കിൽ പാർലേജി വിറ്റാൽ മാത്രം മതി. പഠിക്കുന്നത് എത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് ചേട്ടൻ എങ്ങനെ അറിയാനാ? മനോജ്, നീ പറയുന്നത് അനുസരിക്ക്. ശരി, ദേഷ്യപ്പെടണ്ട ചേട്ടാ. ദാ എണീക്കുന്നു, വേഗം തയ്യാറായി സ്കൂളിലേക്ക് പൊക്കോളാം, പോരെ? നീ സ്കൂളിൽ പോയാലേ എനിക്ക് ജോലിക്ക് പോകാൻ കഴിയൂ. മനോജ് പോയതിനു ശേഷം തൊട്ടടുത്ത വീട്ടിലെ രാജൻ എന്ന പയ്യൻ മനീഷിനെ കാണാനായി വീട്ടിലേക്ക് എത്തി. സുഖമാണോ മനീഷ് ചേട്ടാ? അല്ല രാജൻ, വാ വാ. ചേട്ടാ, നിങ്ങൾക്കായി ഞാൻ ഒരു ബുക്കും ഒരു CD-യും കൊണ്ടുവന്നിട്ടുണ്ട്, ദാ പിടിച്ചോളൂ. അത് കൊള്ളാം, ഇത് ബിസിനസിനെ കുറിച്ച് എഴുതിയ ബുക്കാണല്ലോ. അതെ ചേട്ടാ, ഞാനിത് പഠിച്ചു കഴിഞ്ഞതാ, വളരെ നല്ല ബുക്കാണ്. നീ എന്തോ പറയാൻ തുടങ്ങിയല്ലോ, അതെന്താണ്? അതെ ചേട്ടാ, നമ്മുടെ നഗരത്തിലെ ഷോപ്പ് ടൈംകാര് ഒരു ബിസിനസ് കോൺഫറൻസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ആരാണോ നല്ല ബിസിനസ് ഐഡിയ നൽകുന്നത് അയാളായിരിക്കും കോൺഫറൻസിലെ വിജയി. അതിൽ വിജയിക്കുന്നവർക്ക് 50 ലക്ഷം രൂപ സമ്മാനവും ഉണ്ട്. ഇത് വളരെ നല്ല കാര്യമാണല്ലോ. പക്ഷെ എനിക്കിതിൽ എന്ത് ചെയ്യാൻ കഴിയും? ചേട്ടാ, നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. നിങ്ങളുടെ പക്കൽ ഒരുപാട് ബിസിനസ് ഐഡിയാസ് ഉണ്ടല്ലോ, ഒന്ന് ആലോചിക്കേ. നിങ്ങളെങ്ങാനും ഇതിൽ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സഫലമാകും. ഓക്കെ, ഞാൻ ആ മത്സരത്തിൽ പങ്കെടുക്കുന്നു. ബിസിനസ് പരീക്ഷ വിജയിക്കാനായി മനീഷ് ഒരുപാട് പ്രയത്നിച്ചു. അങ്ങനെ ഒരു ദിവസം ഷോക്ക് ടൈം കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ മനീഷ് പട്ടണത്തിലെത്തി. നമസ്കാരം സാർ. നമസ്കാരം. നിങ്ങളെക്കുറിച്ച് ആദ്യം പറയൂ. സാർ, എൻ്റെ പേര് മനീഷ് എന്നാണ്. ഞാൻ പാർലേജി ബിസ്ക്കറ്റ് വിൽക്കുന്നു. ഇവിടെ ഞങ്ങൾ എന്ത് ബിസിനസ് ഐഡിയ ആണ് പ്രതീക്ഷിക്കേണ്ടത്? സാർ, ഇവിടെ ഞാൻ ഹൈജീനിക്കായി ബിസ്ക്കറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് പറയാൻ പോകുന്നത്. ഈ ബിസ്ക്കറ്റിന്റെ കണ്ടന്റുകൾ മുഴുവൻ ഓർഗാനിക്കും വിറ്റമിൻസുകളും കൊണ്ട് നിറഞ്ഞതായിരിക്കും. ഇങ്ങനെയുള്ള ബിസ്ക്കറ്റുകൾ വേറെ കമ്പനി ഉണ്ടാക്കുന്നുണ്ടല്ലോ. താങ്കളുടെ ബിസ്ക്കറ്റിൽ വേറെ എന്താണ് പ്രത്യേകത? സർ, എൻ്റെ ബിസ്ക്കറ്റ് കഴിക്കുന്ന കുട്ടികൾ പഠിക്കുന്നതിൽ വളരെ ജീനിയസ് ആയിരിക്കും. അവർ നല്ല മാർക്കുകൾ സ്കോർ ചെയ്യുകയും ചെയ്യും. വെരി ഗുഡ്. ഈ ബിസ്ക്കറ്റ് കഴിച്ചാലുടൻ
കുട്ടികൾക്ക് സൂപ്പർമാനെ പോലെ പവർ ഉണ്ടാകും. അവർ ആരെ കണ്ടും ഭയക്കില്ല. രാത്രി ഒറ്റയ്ക്ക് പുറത്തേക്കിറങ്ങാനും അവർ ഭയക്കില്ല. ആഹാ, ഇത് നല്ല കാര്യമാണല്ലോ. ഈ ബിസ്ക്കറ്റിൽ ഗ്ലൂക്കോസും മറ്റ് വൈറ്റമിനുകളും നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ബിസ്ക്കറ്റ് കഴിക്കുന്ന കുട്ടികൾ ഡൈനോസറിനോട് പോലും യുദ്ധം ചെയ്യാൻ മടിക്കില്ല. മനീഷിന്റെ ബിസ്ക്കറ്റ് ഫോർമുല കേട്ട് ഷോക്ക് ടൈം ജഡ്ജസുമാർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ജഡ്ജസ് ഒരുപാട് മത്സരാർത്ഥികളുടെ ആശയങ്ങൾ കേട്ടു. എന്നാൽ അവർക്ക് മനീഷിന്റെ ബിസ്ക്കറ്റ് ഫോർമുലയാണ് ഇഷ്ടമായത്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ റിസൾട്ട് അറിയിക്കാൻ സമയമായിരിക്കുകയാണ്. ഇന്നത്തെ കോമ്പറ്റീഷനിലെ വിജയിയാണ് പാർലേജി വിൽപ്പനക്കാരൻ മനീഷ്. ഞങ്ങളുടെ പക്കൽ നിന്നും മനീഷിന് 50 ലക്ഷം രൂപ സമ്മാനമായി ലഭിക്കുന്നതാണ്. പിന്നെ മനീഷ് സമ്മതിച്ചാൽ ഞങ്ങൾ ഇയാളുടെ കമ്പനിയിൽ 5 കോടി രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്ത് പാർട്ട്ണറാക്കാനും തയ്യാറാണ്. ഇത് കേട്ട് മനീഷിന് വളരെയധികം സന്തോഷമായി. നിങ്ങൾ ഞങ്ങളുടെ ഓഫർ സ്വീകരിക്കുന്നുണ്ടോ? അതെ, ഞാൻ തയ്യാറാണ്. മനീഷ് തന്റെ കഠിന പ്രയത്നം കൊണ്ട് വളരെ ഉയർന്ന ഒരു നിലയിലെത്തി. എത്രത്തോളം പഠിക്കുന്നുവോ അത്രത്തോളം നമ്മൾ ഉയർന്ന നിലയിൽ എത്തുക തന്നെ ചെയ്യും. ഇപ്പോൾ മനോജും ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ട് ദിവസവും പഠിക്കാൻ തുടങ്ങി. അങ്ങനെ 2 സഹോദരങ്ങളും സന്തോഷത്തോടെ ജീവിച്ചു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.